മുരിങ്ങയുടെ താളിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണല്ലേ. എന്നാൽ അതിന് സ്പെഷ്യലായിട്ട് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു താളിപ്പാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു താളിപ്പാണ്, മുരിങ്ങയില ഉപയോഗിച്ചുള്ള ഒരു താളിപ്പാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതേ നല്ല അധികം മൂക്കാത്ത മുരിങ്ങയിലയാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അധികം മൂത്തുപോയ മുരിങ്ങയിലയാണെങ്കിൽ ഈ താളിപ്പിന് ഒരു കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മുരിങ്ങയില ഞാൻ ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം മൂക്കാത്ത മുരിങ്ങയില എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി അത് നന്നായിട്ട് ജീവികളോ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതൊന്ന് ഊരിയെടുത്ത് കൊണ്ടുവരികയാണ് വേണ്ടത് കേട്ടോ. ഈ താളിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽത്തിയാണ് കഴിക്കാനായിട്ട്. പിന്നെ അത് തന്നെയല്ല, ഇപ്പോൾ ഒരു പിന്നെ എന്താ പറയുക, ഈ ഒരു ഇഫ്താർ നോമ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ അവർ ഈ പുലർച്ചെ സമയത്തൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് താളിപ്പുകൾ ഒത്തിരി യൂസ് ചെയ്യുന്നൊരു ടൈമാണ്. അപ്പോൾ അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ എൻ്റെ പറമ്പിൽ പോയിട്ട് ആവശ്യത്തിന് മുരിങ്ങയിലൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഒന്ന് ഊരിയെടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ ഒരു കാര്യം, മുരിങ്ങയില തയ്യാറാക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, അത് കത്തി ഉപയോഗിച്ച് അരിഞ്ഞെടുക്കാനായിട്ട് പാടില്ല കേട്ടോ. കത്തി ഉപയോഗിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും. അതുപോലെ തന്നെ ഓവർ ടൈം കുക്ക് ചെയ്യാനും പാടില്ല. ഓവർ ടൈം കുക്ക് ചെയ്താലും നന്നായിട്ട് തന്നെ ഇതിന് കയ്പ്പ് രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ മുരിങ്ങയിലയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് തണ്ടൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ ഒന്ന് ഊരിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പിടി വെളുത്തുള്ളി, ഒരു തക്കാളി, ഒരു എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തോളൂ കേട്ടോ. ഞാനിവിടെ 3 എണ്ണമാണ്, നല്ല എരിവുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടികല്ല് എടുത്തിട്ട് ഇടികല്ലിലേക്ക് ആദ്യം തന്നെ ഒരു പിടി വെളുത്തുള്ളി നന്നായിട്ട് തോലൊക്കെ പൊളിച്ച് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇടിച്ചെടുത്തു. പിന്നെ അതിലേക്ക് 3 പച്ചമുളകും ഇട മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഇടികല്ല് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചതച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ടേസ്റ്റ് മുഴുവനായിട്ട് ഈ ഒരു താളിപ്പിലേക്ക് ഇതിൻ്റെ രുചി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇടിച്ചെടുക്കുന്നത് കേട്ടോ. അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ വരുമെങ്കിലും ഇടിച്ചെടുക്കുന്ന അത്ര തന്നെ വരില്ല. അപ്പോൾ ഇടിച്ചെടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതും ഒന്ന് ഇടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാന്താരിയും കൂടി ഉപയോഗിക്കാം കേട്ടോ. അതേ മുരിങ്ങയിലേക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് അതെല്ലാം ഒന്ന് ഊരിയെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഇളയ മുരിങ്ങയില തന്നെ, മൂക്കാത്ത മുരിങ്ങയില തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ മൺചട്ടിയിൽ വെച്ചിട്ടാണ് ഈ താളിപ്പ് തയ്യാറാക്കി എടുക്കുന്നത്. മൺചട്ടിയിലേക്ക് നമ്മളൊരു 1.5 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഇടിച്ച് വെച്ചിരിക്കുന്ന കല്ലിൽ ഇടിച്ചെടുത്തിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളി ചുവന്നുള്ളിയും കൂടി ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നതിലാണ് നമ്മൾ ഈ ഒരു താളിപ്പിൻ്റെ രുചി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ പറഞ്ഞ് ഞാൻ സീക്രട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുന്നുണ്ട്. സാധാരണ താളിപ്പിൽ നിന്ന് അതിന് വരുന്ന വ്യത്യാസം അതാണ്. അത് നല്ലൊരു ടേസ്റ്റ് ഇതിന് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം, സ്കിപ്പ് ചെയ്തോളെ കണ്ടുപിടിക്കും കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് സാധാരണയായിട്ട് നമ്മൾ താളിപ്പുണ്ടാക്കുമ്പോൾ അതിൽ തക്കാളി ചേർത്തിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ സീക്രട്ടായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയാണ് കേട്ടോ. ഈ തക്കാളി നല്ല അത്യാവശ്യം എന്താ പറയുക, പുളിയൊക്കെ ഉള്ള തക്കാളിയാണെങ്കിൽ ഒരു അരമുറി തക്കാളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ അരമുറി തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഈ ഒരു നമ്മൾ ചേർത്ത് കൊടുത്തുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകിനോടൊക്കെ നല്ല യോജിച്ച് നല്ല വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളി. ഈ ഒരു പരുവത്തിലാണ് മതി കേട്ടോ. ഈ ഒരു പരുവത്തിൽ വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള കഞ്ഞീൻ്റെ നല്ല ചൂടോട് കൂടിയിട്ടുള്ള നല്ല കുറുകിയ കഞ്ഞിവെള്ളം ഒരു അരക്കപ്പ് അളവിൽ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു അരക്കപ്പ് അളവ് കഞ്ഞിവെള്ളം, അത് എന്തോരം എമൗണ്ട് നമുക്ക് വെള്ളം വേണോ അത്ര എമൗണ്ട് നമ്മൾ വെള്ളം നല്ല കുറുകിയ നമ്മളിപ്പോൾ അരി ഊറ്റിയ നല്ല ചൂടോട് കൂടിയുള്ള കുറുകിയ കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഈ ഒരു താളിപ്പ് ഇത് മുരിങ്ങയില ഇടാതെ ഇങ്ങനെ കഴിക്കാനായിട്ടും അടിപൊളിയാണ്. നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകല്ല് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വെളുത്തുള്ളീൻ്റെയും ചുവന്നുള്ളീൻ്റെയും പിന്നെ പച്ചമുളകിൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ ഈ ഒരു വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളക്കട്ടെ, നല്ലപോലെ തിളയ്ക്കണം. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ 1-2-3 മിനിറ്റ് ഒന്ന് വന്നു കഴിഞ്ഞ ശേഷം ഒന്ന് തിളയ്ക്കാനായിട്ട് വിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം ടൈമൊന്നും വേണ്ട. നമുക്ക് ഒരു പിടി മുരിങ്ങയില ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന്
നമുക്കെന്താ ഈ നോമ്പ് കാലത്തൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എനിക്ക് ഫ്രണ്ട്സൊക്കെ പിന്നെന്താണ് മുസ്ലിം വീട്ടിലെ ഫ്രണ്ട്സൊക്കെ ഉള്ളപ്പോൾ അവരൊത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു താളിപ്പ് കൂട്ടി അവർ കഴിക്കുന്നതിന്. അവർക്ക് അതിനോടുള്ള ഇഷ്ടം എത്രത്തോളാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഞാനതൊന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുള്ള നമ്മളുടെ ഈ ഒരു കഞ്ഞിവെള്ളം കൂടി ചേർത്ത് തിളച്ചതിലേക്ക് ഒരു പിടി നന്നായിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആവശ്യത്തിന് മുരിങ്ങയില നല്ല കഴുകി വൃത്തിയാക്കിയതും കൂടി നമ്മൾ നന്നായിട്ട് തിളച്ച് വന്ന ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരുപാട് നേരം ഓവർ ടൈം ഇട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമേ ഇല്ല. നല്ല ഇളകി എന്താ പറയുക, അധികം മൂക്കാത്ത മുരിങ്ങയിലയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഈ ഒരു കഞ്ഞിവെള്ളം ആവുന്ന വിധത്തിൽ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് കഞ്ഞിവെള്ളത്തിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ആദ്യം കേട്ടോ. ഇത് കണ്ടില്ലേ. ഇനി ഒന്നുകിൽ അടച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഒരു 2-3-4 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അത്ര മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. ഇപ്പം തണ്ടോ, ഇപ്പം തന്നെ നല്ല മൂക്കാത്ത മുരിങ്ങയിലയാണ്. ഇപ്പം തന്നെ ആവശ്യത്തിന് അതെന്താ പറയുക, നല്ലോണം ഒന്ന് വാടിക്കിട്ടി. നല്ല തിളച്ചാൽ നല്ലൊരു മണമാണ് കേട്ടോ. കാരണം ഈ ഒരു എന്താ പറയുക, വെളുത്തുള്ളീൻ്റെയും ചുവന്നുള്ളീൻ്റെയും പച്ചമുളകിൻ്റെയും പിന്നെ ഒരു ലൈറ്റായിട്ടുള്ളൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള താളിപ്പുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടി തക്കാളി ഇട്ട താളിപ്പ് ഞാൻ അധികം എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ നോമ്പ് പിടിക്കുന്നവരൊക്കെ താളിപ്പ് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഈ ഒരു രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു രുചികരമായിട്ടുള്ളൊരു പിന്നെ താളിപ്പാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതുണ്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഈ ഒരു പച്ച കളറ് മുരിങ്ങയിലേൻ്റെ പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓവർ ടൈം കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പച്ച കളറൊക്കെ പോവും. അതുകൊണ്ടാണ് പറയുന്നത് ഓവർ ടൈം ഇട്ടിട്ട് കുക്ക് ചെയ്യരുതെന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് നമ്മൾ മുരിങ്ങയിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാന്നുണ്ടോ. കഞ്ഞിവെള്ളമൊക്കെ നല്ല കുറുകി തന്നെ. പിന്നെ ഈ താളിപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു ദിവസം മുഴുവൻ അങ്ങനെ വെച്ചിരുന്ന് കൂട്ടണം. നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് അതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ മാത്രം തയ്യാറാക്കിയാൽ മതി. അന്നേരം തന്നെ അത് യൂസ് ചെയ്ത് തീർക്കുക. അല്ലെങ്കിൽ തന്നെ ഇത് ഇരുന്നാൽ കഞ്ഞിവെള്ളം കുറുകി പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ തന്നെ അതേ അത്യാവശ്യം ഒന്ന് കുറുകി ഞാനത് അടുപ്പിൽ നിന്ന് എടുത്ത് വെക്കുവാണ് കേട്ടോ. അപ്പോൾ അതേ കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് കുറുകി നന്നായിട്ട് തിളച്ച് നമ്മളെ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ളൊരു താളിപ്പിൻ്റെ റെസിപ്പിയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കണം. വളരെ ഹെൽത്തിയാണ്. ഇത് സൂപ്പായിട്ട് വേണമെങ്കിൽ പോലും നമുക്ക് കഴിക്കാം കേട്ടോ. വളരെ മുരിങ്ങയിലേൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി പറയേണ്ട കാര്യമില്ല. ഒരുപാട് നല്ല നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് മുരിങ്ങയില. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതേ ചട്ടി ആയതുകൊണ്ട് തന്നെ ഞാനത് അടുപ്പിൽ നിന്ന് എടുത്ത് വെച്ചതിന് ശേഷവും ചെറുതായിട്ട് ആ ചട്ടീൻ്റെ ചൂടിലിരുന്ന് ഒന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ ഇതിലേക്ക് ഞാൻ ഈ ഒരു എന്താ പറയുക മുരിങ്ങയില ആവശ്യത്തിന് വെന്ത് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1-1.5 സ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടി ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല കുറുകിയൊരു ചാറിൻ്റെ ഒരു തുള്ളി പോലെ മതി നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അത്രയും രുചികരമായിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും മുരിങ്ങയില. ഇപ്പോൾ ധാരാളം തളിരൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ എന്താണ്, എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ. എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ഞാൻ ചോറെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ താളിപ്പൂടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചൂട് ചോറിലേക്ക് ഈ താളിപ്പ് ആ വെള്ളത്തോട് കൂടി തന്നെ ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് പകർത്തുക. ഇതുപോലെ ഒന്ന് പകർത്തിയിട്ട് നമ്മൾ ആവശ്യത്തിന് നമുക്ക് എത്ര എമൗണ്ട് വേണം അത്രയും എടുക്കുക. ആ വെള്ളവും കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കുക. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് സ്നേഹം എല്ലാവരോടും. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരോടൊക്കെ തുടർന്ന് ഈ സപ്പോർട്ട് കാണണം. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.